അങ്ങനെ എക്സാം പാസ്സായി. ഓസ്ട്രേലിയൻ മാവൻ അമ്മ റിസൾട്ട് വന്നു. എന്താ റിസൾട്ട് എന്തായി? താൻ മാമ ഓസ്ട്രേലിയ അല്ലായിരുന്ന? നിന്റെ റിസൾട്ടിനാണ് ഞാൻ ഓസ്ട്രേലിയ അല്ല, ജപ്പാനെയാണ് ഞാൻ പറഞ്ഞത്. റിസൾട്ടിന് വേണ്ടി ഓടി പിടിച്ചു വന്നെന്നാ? സ്വന്തം കാശിനല്ലേ ഇങ്ങോട്ട് വന്നു? സ്വന്തം കാശിനങ്ങ് പോയാലേ. ഇനിയിപ്പോൾ എന്തായാലും നിന്റെ റിസൾട്ട് അറിയുന്നു. എന്തേതായാലും നല്ല റിസൾട്ട് ആയിരിക്കില്ല എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് എന്താ പറയുക, അപ്പോൾ തിരിച്ചു പോകുന്ന കാശ് ഇങ്ങോട്ട് വന്നേലും തിരിച്ചു പോകുന്ന കാശ് നീ തരും. ഓ, എൻ്റെ റിസൾട്ട് അറിയണം അല്ലേ? എൻ്റെ റിസൾട്ട് അറിയുന്ന മുമ്പ് മാമൻ്റെ 10ൻ്റെ സർട്ടിഫിക്കറ്റും 10ൻ്റെ മാർക്ക് ലിസ്റ്റും 12ൻ്റെ മാർക്ക് ലിസ്റ്റും ആ രണ്ടും ഇവിടെ സബ്മിറ്റ് ചെയ്യണം. പിന്നെ അടുത്ത എന്താണ് അറിയാൻ പോകുന്നത് അതിന് എന്താ പറയുക, ഒരു 10,000 റുപ്പീസ്. ഓസ്ട്രേലിയയിൽ നല്ല റിച്ച് പൈസ ഉണ്ടാക്കല്ലേ. അടുത്ത എന്താണ് പഠിക്കാൻ പോകുന്നത് അതിൻ്റെ ഇതും കൂടെ അറിയണം. അടുത്ത എന്താണ് പഠിക്കാൻ പോകുന്നത് അതിൻ്റെ ഇതും കൂടി അതറിയാൻ വേണ്ടി ഒരു 10,000. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ വന്ന വരെ കിട്ടും. അടുത്ത വിമാനം ഡൽഹിയോ മുംബൈ വരെയുള്ള കണക്ഷൻ കാണാം. അടുത്ത വിമാനം കയറി നേരെ ഓസ്ട്രേലിയയിലേക്ക് വയ്ക്കും. ഹലോ, അതെ, അടുത്ത നീ ഓസ്ട്രേലിയയിലേക്ക് വേറെ വിമാനം വല്ല ഉണ്ടാകും. ഞാൻ പെട്ടെന്ന് പറഞ്ഞെത്തിയത്, അത് വെറുതെ വേസ്റ്റായി. വേസ്റ്റായി. ഇനി ഞാനിന്ന് ഇവിടെ നിന്ന് ഇവിടെ തന്നെ ഒരു ചെക്കപ്പ് അതേപോലെ തന്നെ ചെക്കപ്പ് വായിക്കാട്ട് കളിച്ചു. ചെക്കപ്പ് പഴയപോലെ ചെക്കപ്പ് എന്നെ ചെക്ക് 8 എക്സസൈസ് ഉണ്ട്. ചോദിക്കണം ഞാൻ അതിൻ്റെ എക്സസൈസ് ക്ലാസ്സായിട്ട് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തിയാണ്. 4ാം ക്ലാസ്സിൽ പഠിത്തത്തിൽ ജോലി കുട്ടിയാണ്. കഷിച്ച് എങ്ങനെയാണ് ഓസ്ട്രേലിയയിൽ ജോലി കിട്ടിയത്? അവിടെ തന്നെ എന്താ ദൈവം. 4ാം ക്ലാസ് വെച്ച് പഠിപ്പ് നിർത്തിയ മാമനെ എങ്ങനെ 10ൻ്റെ സർട്ടിഫിക്കറ്റ് തൊള്ളവരെ എങ്ങനെ താഴെ മെൻഷൻ ചെയ്യും? നമുക്ക് നോക്കാം ഇതേപോലെ താഴെ കണ്ടത്.